CUET 2026 കുറിച്ചാണ് CUETയുടെ സ്കോറും പെർസെൻറ്റൈലും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിനെ തുടർന്ന് ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കോളേജ് പ്രിഫറൻസ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിലൊരു ധാരണ ഇല്ലാത്തതുപോലെയാണ്. ശ്രദ്ധിക്കുക, CUET എന്നതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. ആ ഒരു സ്കോറും പെർസെൻറ്റൈലും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും തിരഞ്ഞെടുത്ത് അതത് യൂണിവേഴ്സിറ്റികളിൽ യഥാസമയങ്ങളിൽ ആപ്ലിക്കേഷൻ അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ കയറി സബ്മിറ്റ് ചെയ്ത് സ്കോറും അതുപോലെ തന്നെ പെർസെൻറ്റേജിലൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന റാങ്കിനനുസരിച്ച് അതത് യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളത് ഏതാണ്. നോക്ക്, യൂണിവേഴ്സിറ്റികൾ എടുക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ, കുറേ കോളേജുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയും നിങ്ങളോട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ ഏത് കോഴ്സ് ഏത് കോളേജിന് പ്രിഫറൻസ് കൊടുക്കണം എന്ന് നോക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. admissions.uod.ac.in വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോസസ്സിൽ പങ്കെടുക്കാം. അത് പെട്ടെന്ന് പൂർത്തീകരിക്കുക. അതിനുശേഷം നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആ റൈറ്റ് സൈഡിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ, അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിലല്ല, അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ CUETയുടെ നമ്പർ ചേർത്ത് പാസ്വേഡും ചേർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മുഴുവൻ ഡീറ്റെയിൽസും ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി CUETയുടെ NTA വെബ്സൈറ്റിൽ നിന്ന് എടുത്തോളും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സിൽ ആപ്ലിക്കേഷൻ മൊത്തം ഫില്ല് ചെയ്യാനുണ്ട്, ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രിഫറൻസ് അനുസരിച്ച് കോഴ്സും കോളേജും കൊടുക്കേണ്ടതുണ്ട്. അത് ഡൽഹിയുടെ കാര്യത്തിൽ. ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദാണ്. പ്രത്യേകിച്ച് സയൻസിലും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലും ഒക്കെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയയിലും ചില കോഴ്സുകളുണ്ട്. എല്ലാ കോഴ്സുകളും ഈ CUET വഴിയല്ല, അവർ തന്നെ നടത്തുന്ന എക്സാമുകൾ വഴിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രിഫറൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് സൗത്ത് ഇന്ത്യ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് വരുന്നത് അതിൽ പക്ഷേ ഇൻ്റഗ്രേറ്റഡ് PG അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ദെൻ ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രിഫറൻസ് ഉണ്ടാക്കി കോളേജുകൾ ഓരോ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി വിളിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മറ്റൊരു ഓപ്ഷൻ CUET എഴുതിയ ആളുകൾക്കുള്ളത് ഐക്കാറാണ്. ഐക്കാറിൻ്റെ പ്രോസസ്സ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഐക്കാർ കൗൺസിലിങ്ങിൻ്റെ വെബ്സൈറ്റിൽ അത് വരും, അത് ശ്രദ്ധിക്കുക. ദെൻ അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതിലും ഐക്കാറിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ സ്കോർ നിങ്ങൾ ആഡ് ചെയ്ത് ഐക്കാർ റാങ്ക് ക്രിയേറ്റ് ചെയ്യും. പൊതുവെ ഐക്കാറിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് ഒരു 550 മേലെ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത കോളേജിൽ അഗ്രികൾച്ചറും ഫിഷറീസും അതുപോലെ ഫോറസ്ട്രി ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 350-390 റാങ്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും താഴെയുള്ള കോളേജുകളിൽ ഉത്തരേന്ത്യയിലുള്ള അങ്ങേയറ്റത്തുള്ള കോളേജുകൾ അല്ലെങ്കിൽ പ്രിഫറൻസ് ലിസ്റ്റിൽ താഴെ വരുന്ന കോളേജുകളിൽ അഗ്രികൾച്ചർ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫോറസ്ട്രി ഓഫ് ഫിഷറീസ് ഏതെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 13,000 വരെ ഏതെങ്കിലും ഒന്ന്, ഒരു 8,000-9,000 വരെ അഗ്രികൾച്ചർ പോലുള്ളത് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഈ സ്കോർ ആഡ് ചെയ്യുക. സ്കോർ എന്ന് പറയുമ്പോൾ ഒരു 520 മുതൽ 400 വരെയുള്ളതാണ് അഗ്രികൾച്ചറിൻ്റെ സാധ്യതകൾ നമ്മൾ പറയുന്നത്. അത് ഈ പ്രാവശ്യത്തെ ഡിമാൻഡ് അനുസരിച്ച് 450 വരെ എത്തി നിന്നേക്കാം. ഏതായാലും ഇത്തരം കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഓപ്ഷൻസ് യഥാസമയം കൊടുക്കുക. മറ്റൊന്ന്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, കോളേജുകൾ ഏത് കൊടുക്കും എന്നതാണെങ്കിൽ ഞാൻ സബ്ജക്റ്റ് വൈസ് കുറച്ച് കോളേജുകളുടെ ഒരു ലിസ്റ്റ്, അതൊരു റാങ്കിങ് ഒന്നുമല്ല, കുറച്ച് ലിസ്റ്റ് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. BSc ലൈഫ് സയൻസ്, ബയോളജിക്കൽ സയൻസ് പോലുള്ള കോഴ്സുകളാണെങ്കിൽ ഹിന്ദു കോളേജ്, മിറാണ്ട ഹൗസ്, ഹൻസ്രാജ് കോളേജ്, ശ്രീ വെങ്കടേശ്വര കോളേജ്, കിരോരിമാൾ കോളേജ്, രാംജാസ്, ദൗലത് റാം, ഗാർഗി, ആചാര്യ നരേന്ദ്രദേവ്, മൈത്രേയി കോളേജ് പോലുള്ള കോളേജുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്കൊരു ഫിസിക്സ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻസ്, ഹിന്ദു, ഹൻസ്രാജ്, മിറാണ്ട, കിരോരിമാൾ, ദെൻ രാംജാസ്, ശ്രീ വെങ്കടേശ്വര, ആത്മറാം സനാതൻ ധർമ്മ കോളേജ്, ആചാര്യ നരേന്ദ്രദേവ് കോളേജ്, ദീൻദയാൽ
ഉപാധ്യായ കോളേജ്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഹിന്ദു, മിറാണ്ട, ഹൻസ്രാജ്, സെന്റ് സ്റ്റീഫൻസ്, കിരോരിമാൾ, രാംജ, ശ്രീ വെങ്കടേശ്വര, ആത്മാറാം സനാതൻ ധർമ്മ കോളേജ്, ആചാര്യ നരേന്ദ്രദേവ് കോളേജ്, ഗാർഗി കോളേജ് പോലുള്ള കോളേജുകൾ കൊടുക്കാം. ഇനി ഇക്കണോമിക്സ് ഹോണേഴ്സ് ആണെങ്കിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, സെന്റ് സ്റ്റീഫൻസ്, ഹിന്ദു കോളേജ്, ലേഡി ശ്രീറാം കോളേജ്, ഹൻസ്രാജ്, മിറാണ്ട ഹൗസ്, കിരോരിമാൾ, ആത്മാറാം സനാതൻ ധർമ്മ കോളേജ്, രാംജ, ശ്രീ വെങ്കടേശ്വര പോലുള്ള കോളേജുകൾ ചൂസ് ചെയ്യാം. ഇനി സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ ലേഡി ശ്രീറാം കോളേജോ, മിറാണ്ടയോ, ഹിന്ദു, ജീസസ് ആൻഡ് മേരി, മൈത്രേയി, ഇന്ദ്രപ്രസ്ഥ കോളേജ് ഫോർ വിമൺ, ദെൻ ശ്രീ വെങ്കടേശ്വര, ജാനകി ദേവി മെമ്മോറിയൽ കോളേജ്, ദെൻ അതുപോലെ ഒരു BCom ഒക്കെ ആണെങ്കിൽ ശ്രീറാം, ഹിന്ദു, ഹൻസ്രാജ്, ലേഡി ശ്രീറാം, കിരോരിമാൾ, ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് കോളേജ് ഓഫ് കൊമേഴ്സ്, രാംജാസ് കോളേജ്, ഷഹീദ് ഭഗത് സിംഗ് കോളേജ്, ശ്രീ ഗുരു തേജ് ബഹാദൂർ ഖൽസ കോളേജ്, ശ്രീ വെങ്കടേശ്വര കോളേജൊക്കെ പോലുള്ളത് എടുക്കാം. ഇനി ഒരു BMSO, BBA പോലുള്ള കോളേജുകളൊക്കെ ആണെങ്കിൽ, അതിനുള്ള കോഴ്സുകളാണെങ്കിൽ ഷഹീദ് സുഖദേവ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും, ദീൻദയാൽ ഉപാധ്യായ കോളേജ്, രാമാനുജൻ കോളേജ്, രാംലാൽ ആനന്ദ് കോളേജ്, ഷഹീദ് രാജ്ഗുരു കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഫോർ വിമൻ പോലുള്ള കോളേജുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഓവറോൾ റാങ്കിങ് എടുക്കുകയാണെങ്കിൽ കോളേജുകൾ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻസ്, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ഹിന്ദു, ലേഡി ശ്രീറാം, മിറാണ്ട ഹൗസ്, ഹൻസ്രാജ്, കിരോരിമാൾ, ആത്മാറാം സനാതൻ ധർമ്മ കോളേജ്, ശ്രീ വെങ്കടേശ്വര, രാംജാസ് പോലുള്ള കോളേജുകൾ എടുക്കാം. ഇങ്ങനെ മൊത്തത്തിൽ കോളേജുകളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒന്ന് റാങ്ക് ചെയ്ത്, ഞാനിതൊരു ഓർഡറിൽ പറഞ്ഞതല്ല, റാങ്കിങ് അല്ല, പക്ഷേ പ്രധാനപ്പെട്ട കോളേജുകൾ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഒരു 10-20 കോളേജുകൾ വരെ കൊടുക്കാം. കോളേജുകൾ കൊടുത്താൽ മാത്രം പോരാ, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി അപ്പോൾ കട്ട് ഓഫ് വിളിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് കോളേജുകൾ പ്രവേശന നടപടികളിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായി CUETയുടെ റാങ്ക് അനുസരിച്ച് ചോയ്സസ് ഫില്ല് ചെയ്യാനും യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും കൊടുക്കാനും ആവണം. അത് കൃത്യമായി ചെയ്യുക. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കരിയർ ഗുരു ഓഫീസിൽ വരിക, ഞാൻ നേരിട്ട് ഓപ്ഷൻ ഉണ്ടാക്കി തരുന്നതാണ്. ബൈ ബൈ. Career Guru, molding your future.